ധീവര കണ്ണാടി അത് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്കത്. പാട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അച്ചി കാരണമാണ്. I wanted her to do IFS. മോഹൻ, ഇത് മലയാളം ചാനലാണ്, പറയും, സൂക്ഷിക്കണം. ശ്വേത പാടിപ്പിച്ചതും രസമായിട്ടാ പാടിപ്പിച്ചേക്കണേ. ഇത് ശരച്ചേട്ടൻ കമ്പോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിപ്പിച്ചു തരുമ്പോ കരച്ചില്. ഞാൻ പറഞ്ഞു, ഞാൻ ശ്വേത എന്നെ വിളിച്ചു, അമ്മ നല്ല പാട്ട്, ഭയങ്കര കരച്ചില്. ശരച്ചേട്ടൻ പാടിത്തരുമ്പോ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടന്നിങ്ങനെ വിങ്ങു. ശ്രേഷ്ഠ കുട്ടി ഇപ്പോ ശ്രേഷ്ഠക്ക് രാത്രി രാജാ സാറിന്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. രജനീഷ് ചോദിച്ചിട്ട് ശ്വേത പാടിയില്ലാന്ന്. ചേച്ചിക്ക് വേണ്ടി ശ്വേത മോഹൻ ആൻഡ് സുജാത മോഹന്റെ ഇന്റർവ്യൂവിൽ മോഹനരാഗം. നീ ബാക്കി കച്ചേരിയിലാവാ. രജനീഷിന്റെ ഇന്റർവ്യൂ ഒരു ടെൻഷൻ ആയി പോയിട്ടോ. ഇന്നും കൊഞ്ചം നേരം എന്ന് പറയുന്ന ഒരു ഫ്രേസ് നമ്മള് എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇന്നും കൊഞ്ചം കോഫി കൊടുങ്ക, അപ്പൊ ഇന്നും കൊഞ്ചം എന്ന് പറയുമ്പോ തന്നെ ഈ പാട്ട് അങ്ങോട്ട് അവസരം ചൊല്ലിക്കണ്ണേ. സുഷിനെ എത്രയോ കണ്ടേക്കണു ദീപു ചേട്ടന്റെ സ്റ്റുഡിയോയില്. ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ കിടക്കും. സുഷിനെ വലിയ മ്യൂസിക് ആ കോവിഡ് സമയത്ത് മനസ്സിലുള്ള പാട്ടുകൾ മുഴുവൻ തുറന്നടിച്ച് പാടി എല്ലാത്തിലും പോസ്റ്റ് ചെയ്തു. എല്ലാ ദിവസവും കാലത്ത് റെക്കോർഡിംഗ് ആയിരുന്നു. 550 സോങ്സ് തൊട്ട് മോഹന്റെ FB-ലും പോസ്റ്റ് ചെയ്തു. ആ 2 ലൈൻ എനിക്ക് വേണ്ടി മോളെ ഒന്ന് പാടുക, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ കേൾക്കാൻ തോന്നുന്നു പെട്ട്. യാരുമില്ലാത്തനിയരങ്കിൽ ഒരു കുരൽ പോലെ നീ എനിക്കുള്ളേ, നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയൂലേ, നീലക്കണ്ണും നിറയൂലേ, ചെറുതാലിയണിഞ്ഞില്ലേ, മിനുമിന്നണ മിന്നല്ലേ, ചില്ലടി വാതിൽ മെല്ലെ അടഞ്ഞു നല്ലിരവിൽ തനിയേ. ഫെസ്റ്റിവൽ സോങ്ങിന്റെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് കണിക്കൊന്നകൾ പൂക്കുമ്പോൾ. ശരിക്കും ശിവചേട്ടൻ വിഷുപാട്ടാണ്. ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒരു രാഗം പാടാമോ എന്ന് ചോദിച്ചു. അത് പാടിയില്ലെങ്കിൽ ചേച്ചി എന്നെ ഓടിക്കും. രജനീഷ് ചോദിച്ചിട്ട് ശ്വേത പാടിയില്ലാന്ന് ഭയങ്കര സങ്കടപ്പെടും. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി രാഗം മാത്രം പാടുള്ളൂ, മനോധർമ്മം പാടില്ല. മനോധർമ്മത്തിന് കാരണം ഫുൾ ഇതൊക്കെ വന്നിട്ട് വേണ്ടേ മനോധർമ്മം. അല്ല എങ്കിലും ട്രൈ ചെയ്താലോ. ഇന്നും ഗുരു പാടി. ഗുരു പാടിയോ? അതെങ്ങനെയാ? മൃദംഗം ഒന്നും ഇല്ലാതെ തന്നെ ഗുരു വേറെ ലെവലല്ലേ. ശ്വേത മോഹൻ ആൻഡ് സുജാത മോഹന്റെ ഇന്റർവ്യൂവിൽ മോഹനരാഗം. അതടിപൊളി.
നീ ബാക്കി കച്ചേരിയിലാവാ. ടീച്ചറെ സന്തോഷിപ്പിക്കാൻ അത് മതി. മോഹനം പാടുമ്പോ ബോംബെ രവി സാറിനെ ഓർമ്മ വരണം. എല്ലാം ബോംബെ രവിയുടെ ഏറ്റവും ഫേവറേറ്റ് രാഗമാണ് ലാരേയും മഞ്ഞൾ പ്രസാദാരേയും. കൊറേ പാട്ടുകളുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അതെ അതെ. ഭയങ്കര രസമുള്ളൊരു കാലവും കൂടിയായിരുന്നു സാറൊക്കെ ഇടപെട്ടത്. രജനീഷിന്റെ ഇന്റർവ്യൂ ഒരു ടെൻഷൻ ആയി പോയിട്ടോ. അപ്പൊ ഇത് വരും രജനീഷിന്റെ interview tension. ടാസ്ക് ആയി പോയി. ഇനി റഹ്മാൻ സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ ഒത്തിരി പാട്ടുകൾ ഇപ്പോഴും ഹിറ്റ് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് റൊമാൻസ് എല്ലാ സിനിമയിലും കണ്ട വർക്കൗട്ട് ആവില്ല. പാർവതിയും ധനുഷും കൂടെ മാരിലില് ആ പാട്ടിന് ചെയ്തിരിക്കുന്ന റൊമാൻസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ചിലതൊക്കെ ഉള്ളിലേക്ക് വരും, ചിലതൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ അതെ സിനിമ കാണുമ്പോൾ കാണും. ഞാൻ പാർവതി കണ്ടപ്പോഴും ഈ കാര്യം ഷെയർ ചെയ്തതാ. റൊമാൻസ് ഫീൽ ചെയ്തിട്ടുള്ള പാട്ടുകളിലൊന്നാണ്. അപ്പോൾ പാട്ട് പാടിയിട്ട് നമുക്ക് ബാക്കി അത് ലിറിക്സ് ചെയ്തിരിക്കുന്നത് കപിലൻ സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. റഹ്മാൻ സാറും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് സാറാണ്. ഇന്നും കൊഞ്ചം നേരം ആ ഫസ്റ്റ് ലൈൻ എഴുതിയിരിക്കുന്ന റഹ്മാൻ സാറാണ്. ആൻഡ് ഇന്നും കൊഞ്ചം നേരം എന്ന് പറയുന്ന ഒരു ഫ്രേസ് നമ്മള് എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ എല്ലാവർക്കും ഈസി ആയിട്ട് ഈ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇന്നും കൊഞ്ചം നേരം, ഇന്നും കൊഞ്ചം കോഫി കൊടുങ്ക. അപ്പൊ ഇന്നും കൊഞ്ചം എന്ന് പറയുമ്പോ തന്നെ ഈ പാട്ട് അങ്ങോട്ട് വരും. എനിക്ക് തന്നെ പലപ്പോഴും ഒരു ദിവസം ഇന്നും കൊഞ്ചം എന്ന് പറയുമ്പോ ഈ പാട്ട് ഓർമ്മ വരും. നീ വന്ന് വന്ന് പോയ அந்த அலைகளை போல வந்தா கையில மாட்டிக்குவ வளையல போல ஓ கண்ணுக்கு தாழாவாரி காத்திரடா கொஞ்சம் உன்னை இப்படியே தந்தாலோ தித்திக்குமே நெஞ்சம் ஓ இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன. ഇത് ഒത്തിരി കാലം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ശ്വേത ശരിക്കും ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഈ പാട്ട് പാടിയപ്പോഴേ. ഇനി ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല. അതെ ഒരു കൊച്ചി അവിടെ ഇരുന്ന് കണ്ട അവളുടെ പേരെന്തോ ശരണ്യ. ഒരു പറയാം അവിടെ ശരണ്യ ഇരുന്ന് കൂടെ പാടുന്നു. ഞാൻ നോക്കുമ്പോ ഇപ്പൊ കണ്ണെന്ന് വേണം. ഇന്നും കൊഞ്ചം നേരം പാടി ആദ്യമായിട്ട് ഒരാൾ. അല്ല അത് എല്ലാരും ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയുള്ളൂ. അല്ല അത് ഉള്ളില് എന്തെങ്കിലും വേറെന്തെങ്കിലും ഒരു കഥകളായിട്ട് റിലേറ്റഡ് ആയിരിക്കും. വേറെന്തോ ഉണ്ട് മനസ്സിൽ. അതാണ് എന്തോ ഉണ്ട്, എന്തോ ശരണ്യയുടെ മനസ്സിൽ വേറെന്തോ ഉണ്ട്. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിൽ ശ്വേത പാടിയിട്ടുള്ള ഏത് ടൈപ്പ് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഡെഫിനറ്റ്ലി ശ്വേത ചെറിയ സെമി ക്ലാസിക്കൽ എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ശ്വേതയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഒന്ന് യമുന വെറുതെ, യാരുമില്ല തനിയിറങ്കിൽ. അത് അൺഫോർച്ചുനേറ്റ്ലി ആ പാട്ട് അത്ര ഹിറ്റായില്ല. ബട്ട് ഇനിയും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലും ഹിറ്റാണല്ലേ. ആ 2 ലൈൻ എനിക്ക് വേണ്ടി മോളെ ഒന്ന് പാടുക. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ കേൾക്കാൻ തോന്നുന്നു പെട്ട്. യാരുമില്ല തനിയിറങ്കിൽ ഒരു കുരൽ പോലെ നീ எனக்குள்ளே ஓ எங்கோ இருந்து நீ என்னை இசைக்கிறாய் படிக்க உன் இதயம் ஓ என்ன சொல்வேன் இதயத்திடம் உன்னை தினமும் தேடும் என் பேச்சை கேட்காமல் உன்னை தேடும் யாருமில்லா தனியரங்கில் யாருமில்லா தனியரங்கில் ഒരു കുരൽ പോലെ നീ எனக்குள்ளே. ഒത്തിരി പാട്ടത് റഹ്മാന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ് എന്ന് പറയാം. ഈ ലേറ്റർ ഇയേഴ്സിൽ വന്ന ഒരു 60s 70s ആ ഒരു ഈറയിൽ സെറ്റ് ചെയ്ത ഒരു സോങ്. ലൈക്ക് സിനിമയാണ് ഒരു ടൈപ്പ് ഓഫ് സോങ് ആണ്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പാട്ട്. ചേച്ചി ബാക്കി പാട്ടുകളാണ് പറയൂ. എനിക്ക് യാരുമില്ലയുടെ അതുപോലെ തന്നെ പിന്നെ ധീവര ഇഷ്ടമാണ്. ധീവര, കണ്ണാടി അത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പാട്ട് എനിക്കത്. പിന്നെ കണ്ണാനി ഉറങ്ങട, ആരോ നീ ആരോ നമ്മുടെ ദീപകിന്റെ ഇതൊക്കെ എനിക്ക് ഇഷ്ടം. മുകിൽ വർണ്ണ മുകുന്ദ
ഋഷികേശാസനന്ദ മുഖിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ മുഖിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ പൂമേയ് മേലെ ശരമേതു നീ അഴകായി പാർവണ ബിംബം കുളിർത്തൂകുന്നു സുഖമായി കോൾമയിർ നീ കൊണ്ടി മലർശയ്യയിൽ കണ്ണാ നീ ഉറങ്ങടാ എൻ കണ്ണാ നീ ഉറങ്ങടാ ആനന്ദ പഞ്ചമമേഘ മുരളിയിൽ കണ്ണാ നീ ഉറങ്ങടാ എൻ കണ്ണാ നീ ഉറങ്ങടാ കൊച്ചിന് വലിയ ഇഷ്ടമായിരുന്നു അതെ, ശ്രേഷ്ഠയ്ക്ക്. എനിക്ക് ഈ സ്വരങ്ങൾ കേട്ടപ്പോഴാണ് ഈ ശരസാറിന്റെ നീ കോരിനാൽ വാനം, ആ അത് വായിക്കും, അത് വലിയ ഇഷ്ടം. അതിന്റെ ഇടയ്ക്കുള്ള സംഭവം ഇല്ലേ, ഒന്ന് പാടൂ ശ്വേത. ഭയങ്കര രസമാണ്. ദിനം തീരാമലേ മേഘം തൂരാതാ കണ്ടും തീണ്ടിടാ நான் போதிச்சாதியா என் மீதி பாதி பிம்ப பூவே பட்டு போகாதே. ഓ, ഇത് സ്റ്റേജിൽ പൊളിക്കുന്ന പാട്ടാണ്, സ്റ്റേജ് പാട്ടാണിത്. സ്റ്റേജ് പാട്ടാണ് അതില് ബാൻഡിനൊപ്പം. അതെ അതെ അതെ. സോ ബെനറ്റ് ആൻഡ് ദ ബാൻഡിനൊപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങള് ഈ പാട്ട് ചെയ്യാതെ ഷോ ഇല്ല. അല്ലേ, ഈ പാട്ടില്ലാതെ പിന്നെ ഇത് ഞങ്ങളുടെ ബാൻഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് കൂടെ ടു ഇൻട്രൊഡ്യൂസ് എ ബാൻഡ്. സോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ സോങ് ഫോർ അവർ കോൺസേർട്സ്. അടിപൊളി. ശരത്തിന്റെ സ്റ്റേറ്റ് അവാർഡ് ശരത്ത് എപ്പോഴും പറയില്ലേ, ഇവൻ മേഘരൂപൻ. ആ അത് തന്നെ. അയ്യോ നിശാസുരഭി നിശാസുരഭി നിന്നെയുമേതോ കാണാ കരങ്ങൾ കവർന്നുവോ. ഇതാണ് പല്ലവി. ചരണം ഒരു കുഞ്ഞു വീണ ചാർത്തും ഇരുതന്തിയല്ലേ നമ്മൾ. ഈ ശ്വേത പാടിപ്പിച്ചതും എന്ത് രസമായിട്ടാ പാടിപ്പിച്ചേക്കണേ. ഇത് ശരചേട്ടൻ കമ്പോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിപ്പിച്ചു തരുമ്പോ കരച്ചില്. ഞാൻ പറഞ്ഞു, ഞാൻ ശ്വേത എന്നെ വിളിച്ചു, അമ്മ നല്ല പാട്ട്, ഭയങ്കര കരച്ചില്. ശരചേട്ടൻ പാടിത്തരുമ്പോ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടന്നിങ്ങനെ വിങ്ങും. ഭയങ്കര പാട്ടത്. രജനീഷ് ഗാർഡനിലേക്ക് പോയി കേൾക്കണം. ഭയങ്കരമായിട്ട് ഇൻസ്ട്രുമെന്റ്സും അതൊരു ഹവായൻ ഗിറ്റാർ പോലെ ഇത്. ഓ ഭയങ്കര പാട്ട. ഉറുമിയിലെ ആരോ ആരോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോഹൻലാലും മിനിയും കൂടെ ആക്ട് ചെയ്ത മുന്തിരി വള്ളികൾ തളിർ ബിജിയുടെ പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. അത് പാടും. ഒരു പുഴയരികിൽ ചെറുതണലുകളിൽ നിന്നിടാമൊരു നിമിഷം മിഴി നിറയുവതും കാണാതെ ചിരി വിടരുവതും കാണാതെ പകലുകൾ രാവുകൾ മായുമ്പോൾ ഒരു പുഴയരികിൽ ചെറുതണലുകളിൽ നിന്നിടാമൊരു നിമിഷം. ഒരു ഗസൽ സ്റ്റൈൽ. അതെ അതെ അതെ. അത് ബിജിപാൽ അങ്ങനെ ഒരു മനുഷ്യനാണ്. ഒരു സന്യാസ ജീവിതം പോലെയാണ്. സംസാരമൊക്കെ ഭയങ്കര ഒഴുക്കോട് കൂടിയുള്ള ഒരു വർത്താനം ഒക്കെയാണ്. ശരിക്കും പാട്ട് പാടുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊക്കെ നിങ്ങളൊക്കെ പാടുന്നത് കേട്ടാണ് കരയൊക്കെ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എല്ലാം തമാശയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പാട്ടുകളിട്ട് പലപ്പോഴും നമ്മളെ സങ്കടങ്ങളെ മാറ്റാറുണ്ട്. അപ്പം ഈ സങ്കടമൊക്കെ വരുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുന്ന സ്വഭാവം നമുക്ക് മാത്രമേ ഉള്ളൂ? അതെ, ഇപ്പൊ ശ്വേതയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം, ഞാനും മറികടക്കാൻ പറ്റുമോ അത്? അതെ. ചേച്ചി എങ്ങനെയായിരുന്നു? ചേച്ചി നിങ്ങൾ പറയും. എനിക്ക് പാട്ട്
ഒരിക്കലും റിലാക്സേഷൻ അല്ല ഉള്ള സത്യം പറഞ്ഞ. എനിക്ക് പാട്ട് കേട്ട അത് എവിടെ ശ്വാസം എടുത്തു, എവിടെ കട്ട് ചെയ്തു, ആ സംഗതി എങ്ങനെ അതിനെ അനലൈസ് ചെയ്യാതെ അല്ലാതെ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റണില്ല. ഇപ്പോൾ ഈ ജഡ്ജിങ്ങിന് പോയി ഇരുന്നിട്ടാണോ എന്നറിയില്ല, വലിയ സങ്കടം. അതുകൊണ്ട് ഒരുപാട് നമുക്ക് റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. രാത്രി പാട്ട് കേട്ട് കിടന്നാൽ നമ്മൾ സാധാരണ ഇപ്പോൾ മോഹനൊക്കെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് പാട്ട് കേട്ട്, പണ്ട് ഞങ്ങൾ കല്യാണ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു, പാട്ട് കേട്ട് ഉറങ്ങും. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ മോഹന് മസ്റ്റായിരുന്നു ഹിന്ദി പാട്ടുകൾ. എനിക്ക് ഉറങ്ങാനേ പറ്റില്ല ഇപ്പം എനിക്കത് കേട്ടാൽ അത് അവിടെ എങ്ങനെ കട്ട് ചെയ്തു, എവിടെ ശ്വാസം കട്ട് ചെയ്തു, അവിടെ എങ്ങനെയാണ് ആ സംഗതി പഴുത് സ്ലോ ചെയ്താൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനത്തെ പല സംഗതികളും മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും. എന്തൊരു കഷ്ടം നോക്കണേ. അതിനുള്ള ആ സംഗീത പ്രേമിയെ അത് പോയി ഇപ്പോൾ. സംഗീത അനാലിസിസ്. ശ്വേതയ്ക്ക് അങ്ങനെ ഇല്ലാതെ പാട്ട് കേൾക്കാൻ പറ്റും. ഞാനും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പാട്ട് കേട്ടുകൊണ്ട്. ശ്രേഷ്ഠയ്ക്ക് പാട്ട് രാത്രി ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഓഫ് ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി മ്യൂസിക് റിലാക്സ് ചെയ്യും. ശരിയാ, ഡെഫിനറ്റ്ലി. ഇപ്പം ശ്രേഷ്ഠക്കുട്ടി, ഇപ്പോൾ ശ്രേഷ്ഠയ്ക്ക് രാത്രി രാജാ സാറിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴും നമ്മൾ ജാനകിയമ്മയുടെ പാട്ടുകൾ, ബാലു സാറിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഡുവറ്റ്സ് ഒക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. ആ ടൈമിൽ ഏർലി 80s പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ജാനകിയമ്മ പാടി വെച്ചേക്കണേ കേൾക്കുമ്പോൾ എവിടെ ഇങ്ങനെ ലൈനുകളിങ്ങനെ ഒരുമിച്ച് പാടുക, അതിൻ്റെ കൂടെ എക്സ്പ്രഷൻസും വോയിസ് കൊടുത്തേക്കണ അതൊക്കെ എത്ര കേട്ടാൽ നമുക്ക് അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുമല്ലേ ചിന്ന ചിന്നയൊക്കെ. അതെ അത് ജാനകിയമ്മ ഞങ്ങൾ എപ്പോഴും പറയും, ഇവര് പാടി. രാജാ സാറിന്റെ ഷോന് പോകുമ്പോൾ ഞങ്ങൾ എല്ലാ സിംഗേഴ്സും അവിടെ കൂടി ഇരുന്ന് ഞങ്ങള് ജാനകിയമ്മയെ കുറിച്ചാണ് കൂടുതൽ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജാനകിയമ്മയെ കുറിച്ച് ഇനിയും ഒരുപാട് പേര്, ആക്ച്വലി ഷീസ് ദ ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ഇൻ ദിസ് വേൾഡ് എന്ന് തന്നെ പറയാം. ചെയ്യാത്ത കാര്യങ്ങളുണ്ടോ അല്ലേ? ഞങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു അമ്മ അടിപൊളി ഹൈദരാബാദിലോ. നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോ ഒരാളെയും കൂടെ നമുക്ക് കൂട്ടാനുണ്ട്. ആളെയും കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ആളുടെ പാട്ട് വിശേഷം ചോദിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ രണ്ട് ലെജൻസ് ഇവിടെ ഇരുന്നിട്ട് ഇത് വർത്താനം പറയുമ്പോൾ ഒരു ബാക്ക് ബോണും കൂടെ ഉണ്ട്. ആ ബാക്ക് ബോണിനെ കൂടെ വിളിക്കാം. സാർ വരൂ സാർ, ഇവിടെ നമുക്കൊരു ചേരിടാം. ഇവിടെ ചേരിടാം. നമസ്കാരം സാർ. നമസ്കാരം. ശരിക്കും ഈ ഗായികയെ ഗുരുവായൂർ വെച്ച് കണ്ടതിന് ശേഷം പിന്നെ ഈ രണ്ട് ഗായികമാരുടെ ബാക്ക് ബോൺ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം പാട്ട് ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ഊർജ്ജമാക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. സാർ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. വേണ്ടി വർക്ക് ചെയ്യണം. അതെ വർക്ക് ചെയ്യണം, സാധകം ചെയ്യണം, കുറേ പാടണം. ആ കോവിഡ് സമയത്ത് മനസ്സിലുള്ള പാട്ടുകൾ മുഴുവൻ തുറന്നടിച്ച് പാടി, റൂം ഷട്ട് ചെയ്ത് പാടി, വളരെ ഉച്ചത്തോടെ പാടി. അത് ഞാൻ എല്ലാത്തിലും പോസ്റ്റ് ചെയ്തു. കോവിഡ് സമയത്ത് എല്ലാ ദിവസവും കാലത്ത് റെക്കോർഡിംഗ് ആയിരുന്നു. I think in 1 year 300 songs 550 songs തൊട്ട് മോഹന്റെ FB-ലും പല സ്ഥലത്തായിട്ട് പോസ്റ്റ് ചെയ്തു. ഒറ്റ ടേക്ക് കേട്ടോ, സിംഗിൾ ടേക്ക്. അടിപൊളി. ഒരു ട്രയൽ ടേക്ക് അത് മതി നമുക്ക്. ജസ്റ്റ് ഫോണില് എത്ര ചെയ്താലും അത്ര എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മുടെ നേരത്തിലുള്ളതല്ലേ ഉള്ളൂ. അല്ല, നമ്മൾ ബാത്റൂം സിംഗേഴ്സിന് ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയാം. അതെ, നമ്മൾ കുറെ ബാത്റൂം സിംഗേഴ്സ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആഗ്രഹ ഗായകന്മാർ. അതെ, വേണുചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് 3 കാറ്റഗറി: അനുഗ്രഹീത ഗായകർ, അതെ, ആഗ്രഹ ഗായകർ, അത്യാഗ്രഹ ഗായകർ. അതിൽ പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെയും ഒരു കടന്ന കൈയുണ്ട് വേറെ. അതെന്താ പറയുമ്പോ മ്യൂസിക്കൽ ടെററിസം. അങ്ങനെയുണ്ട്. അത് എനിക്ക് കുറെ കിട്ടണ്ട എനിക്ക്. അയ്യോ, പക്ഷെ കേട്ട് രസിക്കും. വെറുതെ എന്താണ് കുറ്റം പറഞ്ഞ അവരുടെ ആഗ്രഹമല്ല, അവർ പാടിക്കോട്ടെ. അതെ അതെ, നമ്മൾ എന്തിനാ അടിച്ച് നമ്മൾ പിടിക്കണം? ഇല്ലല്ല, അതൊരു അങ്ങനെ എക്സ്പ്രസീവ് ആവുന്നത് നല്ലതാ. അവരുടെ ഉള്ളിൽ അതുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സാരമില്ല, അവർക്ക് അത്രേ പറ്റുള്ളൂ. അതെ അതെ, കുറെ കേട്ട് ചിരിക്കാൻ നോക്ക്. അതെ അതെ, അത് ചിരിക്കാൻ വേണം. ശരിക്കും ഇവർ രണ്ടൊരു വോയിസ് സിമിലാരിറ്റീസ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്തായിരുന്നു ശരിക്കും ആസ്വദിച്ചിരുന്നത്? ഇപ്പൊ ശ്വേത പാടുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പാടുന്ന വിചാരിച്ചേ ഇല്ല. ഞങ്ങൾ നമ്മൾ രണ്ടുപേരും ശ്വേതയ്ക്ക് ഒരു പ്രോത്സാഹനം കൊടുത്തിട്ടില്ല. ക്രിട്ടിക്. അതെ, അച്ചിക്കാണ്. ഞാൻ പാട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അച്ചി കാരണമാണ്.
ഒരു പ്രോത്സാഹനമില്ല. ബിക്കോസ് ഐ വാണ്ടഡ് ഹർ ടു ഡു IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു അംബാസഡറൊക്കെ ആയിട്ട് പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. മോഹൻ, ഇത് മലയാളം ചാനലാണ്, തള്ളിൽ കള്ള് എന്ന് പറയും, സൂക്ഷിക്കണം. അല്ല, കള്ളെന്ന് പറയാൻ ആഗ്രഹമല്ല, ആഗ്രഹം പറയാം. ആഗ്രഹം പറയാനല്ല. അതുപോലെ ഒരാൾ പാട്ടുകാരി ഉണ്ട്. അതെ, ഒരു പാട്ട്. പിന്നെ ഞാൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തത് ദീപക് ദേവിൻ്റെ ഇതിൽ പോയിട്ട് ഫസ്റ്റ് പാട്ട് സുജോൻ എന്തോ ഒരു ട്രാക്ക് പാടാൻ പോയിട്ട് ദീപക് ദേവ് പിന്നെ ഞങ്ങളോട് വിളിച്ച് പറയണു, അതൊന്നും അല്ല, ശ്വേതയ്ക്കാണ് പാട്ട്, ഷീ ഈസ് ആൻ എക്സലൻറ്റ് സിംഗർ, യു ഹാവ് ടു മേക്ക് ഹർ എ സിംഗർ, നോ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ മാറ്റി പിന്നെ ഒന്നും കൂടെ ദീപു ചേട്ടനാണ്. ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് അപ്പ്. പിന്നെ ബിന്നി കൃഷ്ണകുമാറിൻ്റെ അടുത്ത് പഠിക്കാനൊക്കെ തുടങ്ങി, ക്ലാസിക്കൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു, അങ്ങനെ പാട്ടൊക്കെ ഗംഭീരാക്കി. പിന്നെ സഡൻലി ഷീ ചേഞ്ച് ദ ലൈൻ. പിന്നെ അഫ്കോഴ്സ് now that she is already an established playback singer in the field, on the top, പറയാം ഹാപ്പി. ഇപ്പൊ എല്ലാവരും വിളിക്കുന്നുണ്ട് ശ്വേത എന്നുള്ളതും പതിവായി വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത് അവർക്ക് അത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ. റഹ്മാൻ സാർ നിരന്തരമായി രജനീഷ് പറഞ്ഞു പതിവായി, അതൊരു പോയിന്റ് ആണ്. മ്യൂസിക് ഡയറക്ടേഴ്സ് ആദ്യത്തെ ഒരു ഓപ്പണിംഗ് കൊടുക്കണൊക്കെ ശരി, രണ്ടാമതും ശരി, വല്ലവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമായിട്ട് തന്നെ വിളിക്കുള്ളൂ. ആരും അവരുടെ പാട്ടുകളെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കില്ല. എന്തായാലും നടക്കില്ലല്ലോ, കാരണം ഇവരൊക്കെ ലെജൻസ് ആണ്. അപ്പൊ എന്തായാലും പിന്നെ ചേച്ചി ദീപക് ദേവിനെ കുറിച്ച് പറയുമ്പോൾ സ്വയംവര ചന്ദ്രിക അന്നൊരു ബ്രേക്ക് ആയിരുന്നു. ജയചന്ദ്രൻ സാറിന്റെയും ചേച്ചിയുടെ വോയിസ്, അത് ശരിക്കും അറിയാവോ ആ ഒരു കാലം? എനിക്ക് അപ്പോഴേ എന്തായിരുന്നു ശ്വേത, എത്രയായിരുന്നു പ്രായം? 10th സ്റ്റാൻഡേർഡ്. അതൊരു ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. എന്നുവെച്ചാല് നമുക്കിപ്പോഴും വെസ്റ്റേൺ വിത്ത് സ്ട്രോങ് മെലഡി, പാട്ടിന്റെ അതിന്റെ ഒരു ആ പിച്ചിങ് ഒക്കെ ഇല്ലേ തുടക്കം, നമുക്കൊന്നും നമ്മളൊക്കെ ഇങ്ങനെ ബാത്റൂമിൽ അനുകരിച്ചു നോക്കുമല്ലോ ചില പാട്ടുകൾ, അപ്പൊ അതങ്ങനെ വീഴില്ല അവിടെ, മനസ്സിലായോ? അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്ന ഈസി ആയിട്ടാണ്, നമ്മളത് പാടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന, അയ്യോ ഇത് നമ്മൾ ഉദ്ദേശിച്ച സംഗതിയല്ല ദീപക് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കില്ലേ. അത് ഭയങ്കര രസമായിരുന്നു. ദീപക് എങ്ങനെയായിരുന്നു? കാരണം അന്ന് വന്നതിൽ ഇപ്പോൾ ബിജി പാൽ വരെ ഒരു ഗണത്തിലെടുത്താൽ ദീപക് ദേവ് വേറൊരു ഗണത്തിലുള്ള ഒരാളാണ്. പുതിയതിനെ കുറച്ചുകൂടെ ചേർത്ത് വെച്ചിട്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുതുതലമുറക്കാർക്കെല്ലാം ദീപകിനെ കണ്ടാണ് അവരൊക്കെ പഠിച്ചേക്കണം. അപ്പോൾ ഇന്നുള്ള പലരും ദീപക് ദേവിനെ കണ്ടിട്ടാണ് പഠിച്ചേക്കുന്നത്. ഈ സുഷിൻ ശ്യാംവര ദീപക് ദേവ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ എത്രയോ കണ്ടേക്കണോ ദീപു ചേട്ടന്റെ സ്റ്റുഡിയോയില്. അതെ, ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഇപ്പോഴും സുഷിന്റെ അടുത്ത്, സുഷിൻ ഇപ്പൊ കണ്ണിൽ വിടരും ആ പാട്ടിനൊക്കെ വിളിച്ചപ്പോ ഞാൻ സുഷിനെ വലിയ മ്യൂസിക് ബട്ട് ഹീസ് അമേസിംഗ്. സുഷിൻ ഓൾസോ ഇസ് അമേസിംഗ്. സോ ദീപകിനെ കുറിച്ച് പറയൂ, ദീപക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അച്ചി പറഞ്ഞ പോലെ തന്നെ ദീപു ചേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഫസ്റ്റ് സോങ് എന്ന് പറയണത് ഒരു സിംഗർ, ഒരു ബഡ്ഡിങ് സിംഗറിന് നമ്മളിങ്ങനെ പല ഡ്രീംസ് ഇങ്ങനെ വെച്ചുകൊണ്ട് പാടുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു കമ്പോസറാണ്, ഒരു ഇതും വെക്കാതെ, ഒരു വെയിറ്റ് ഒന്നും ഇടാതെ ഇത്ര സ്വീറ്റ് ആയിട്ടാണ് എന്നെ റെക്കോർഡ് ചെയ്തത്. എനിക്കറിയാം, എനിക്കൊരു കാതുണ്ടല്ലോ, നമുക്കൊരു കാതുണ്ടല്ലോ, നമ്മൾ ആ ക്വാളിറ്റി കാതിലുണ്ട്. പക്ഷെ നമ്മൾ പാടുമ്പോൾ ആ ഒരു എത്തുന്നില്ലാന്ന് എനിക്ക് തന്നെ അറിയാം. സോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ ദീപു ചേട്ടൻ എത്രത്തോളം സ്വീറ്റായിട്ട് പേഷ്യൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അത് ഭയങ്കര സന്തോഷമായിരുന്നു ദീപു ചേട്ടന്. കാരണം അമ്മേനെ ഭയങ്കര ഫാനാണ് ദീപു ചേട്ടൻ. ദീപുവിന്റെ ഫസ്റ്റ് സോങ് ഞങ്ങളാണ് പാടിയത്. സ്വയംവര ചന്ദ്രിക ഫസ്റ്റ് സോങ്. അതെ, ആ പടത്തിലാണ് വരുന്നത്. ശിലയിൽ നിന്നും അത് രണ്ടും. അപ്പൊ ദീപുന്റെ അത് കഴിഞ്ഞ് ദീപു ചേട്ടന്റെ ഫസ്റ്റ് മൂവി അത്. അതെ, അത് കഴിഞ്ഞ് ശ്വേത ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോ ദീപുന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അമ്മേനെ വിളിച്ച് ചേച്ചി വരുന്നോ റെക്കോർഡിങ് കാണാന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിയാതെ അമ്മേനെ കൊണ്ടുവന്ന് അമ്മ കുനിഞ്ഞു വന്ന് കേട്ട് ആ ബൂത്തിന്റെ ഉള്ളി സൈഡിൽ കൂടെ ഞാൻ കുഞ്ഞു ഉള്ളിൽ പോയിരുന്നു. അതേപോലെ തന്നെ സുന്ദരി ഒന്ന് പറയൂ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ സ്പെഷ്യൽ ഒരു സോങ് ആണ് ആരു നീ ആരു. കാരണം ദാസമ്മാമയുടെ കൂടെ ഒരു ഡുവറ്റ് എന്ന് പറയുന്നത് എൻ്റെ കരിയറിൽ അതൊരു വലിയൊരു സംഭവമാണ്. സോ അത് ദീപു ചേട്ടൻ്റെ മ്യൂസിക്കിൽ ദീപു ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്ന പോലെ ഒരു സോങ് ആണത്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ്. അലക്സ് പോളിന്റെ സുന്ദരിയെ ചെമ്പകമലരെ ശ്വേതയല്ലേ പാടി? അതെ അതെ, അത് വേറൊരു പാട്ടാണ്. സുന്ദരിയെ ചെമ്പകമലരെ
വേറൊരു വിധു ചേട്ടന്റെ കൂടെ duet. വിധു പ്രതാപിന്റെ കൂടെ. ഈ 2 പെണ്ണുങ്ങൾ പാട്ടുകാരല്ലാതെ എന്താണ് സാറിന് ഈ 2 പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അതൊരു നമ്മള് പുറത്തുനിന്ന് കാണുമ്പോ വൈഫ് ആൻഡ് ഡോട്ടർ അല്ല, അതല്ലാതെ പുറത്തുനിന്ന് കാണും. പേടിയാണ്. തഗ് പറയാൻ പറഞ്ഞില്ല. തഗ് അല്ലാതെ എന്ത് പറയും? ഈ 2 പെണ്ണുങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം, ഓരോ പുറത്ത് നിന്നിട്ടുള്ള ഒരു ഒബ്സർവേഷൻ. കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് നല്ല നല്ല ആൾക്കാരാണ്. അതെ നല്ല ആൾക്കാർ വീട്ടിലെ അതിനകത്തൊരു സ്ട്രെസ് ഉണ്ട്. മിക്ക സമയത്തും വീട്ടിലില്ല കേട്ടോ. എന്തോ ഭാഗ്യം നിങ്ങൾ എന്നെ കണ്ടത്. അപ്പോൾ ഞാൻ ബിക്കോസ് ഐ എം എ സ്പോർട്സ്മാൻ. രാവിലെ കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ് വരും. പിന്നെ ഞാൻ വൈകുന്നേരം എൻ്റെ മ്യൂസിക് ഉണ്ട്. ഞാൻ പല സ്ഥലത്തും ചെറിയ ചെറിയ ഫങ്ഷൻസിലൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ പോകുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. ഓൺലൈൻ പ്രാക്ടീസ് ഉണ്ട്. ഹൗസ് വിസിറ്റ്സ് ഫോർ ദി എൽഡർലി, പാലിയേറ്റീവ് അങ്ങനത്തെ ചില അല്ല ഫുൾ ടൈം ഹോസ്പിറ്റൽ വർക്കൊക്കെ നിർത്തി ആ കോവിഡ് അടിച്ചതിന് ശേഷം. എൻ്റെ ക്ലിനിക്ക്, എൻ്റെ നഴ്സിംഗ് ഹോമൊക്കെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഓൺലി ഓൺലൈൻ ആൻഡ് ഗോയിങ് ടു സീ മൈ പേഷ്യൻസ്, ഓൾഡ് പേഷ്യൻസ് ഹു വാണ്ട്സ് മീ. അവരെ മാത്രം പോയി കാണും. പുതിയ പേഷ്യൻസിനെ ആരും നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രീ ടൈം ആയതുകൊണ്ട് ഇനഫ് ടൈം ഫോർ മൈ സ്പോർട്സ് ആൻഡ് മ്യൂസിക്. അപ്പോൾ അത് വിച്ച് ഐ എൻജോയ് അറ്റ് ദിസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ബിക്കോസ് 70+ ആയി. പക്ഷെ ഈ അന്ന് കണ്ടതിന് ശേഷം, അതായത് അന്ന് ആദ്യം കണ്ട സ്വീറ്റി സുജാതയല്ല ഇപ്പോ. അല്ല നീ കുറച്ചും കൂടെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ്. യു ആർ ബീങ് മോൾഡഡ് ബൈ യുവർ ഹബി അശ്വിൻ. അവിടുന്നാണ് കൺട്രോൾ മുഴുവൻ. അയ്യോ, കൺട്രോൾ എന്നാണോ പറയണ്ടേ? ഇൻസ്പിറേഷൻ. more level headed അല്ലേ, more practical. grew up together 13 years കല്യാണമായിട്ട്. കല്യാണത്തിന് മുമ്പിലത്തെ കല്യാണത്തിന് മുമ്പേ 9 years അറിയും. സോ ലിറ്ററലി grew up together. സോ അവിടെ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഇവര് ഉയർത്തിയ ചെറിയ പ്രതിഷേധമൊക്കെ മറികടന്ന് അങ്ങനെ മറികടന്ന് വന്നു. പക്ഷെ ആ പ്രേമം ഏത് കാലഘട്ടം വരെ ഉണ്ടായിരുന്നു? നിഷ്കളങ്ക പ്രേമോ? നിഷ്കളങ്ക പ്രേമം. ഇപ്പൊ ബിഫോർ ഷീ വാസ് മെച്ചുവർഡ് ഐ വാസ് ഓൾറെഡി ബിഫോർ ഷീ വാസ് മെച്ചുവർഡ്. 17+ ആകുമ്പോൾ ഞാൻ ഇത് ആലോചന വന്ന് ഒരു കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ള തീരുമാനം എടുത്തല്ലോ ദാസേട്ടന്, എല്ലാവരും ചെമ്പൈ സ്വാമി എല്ലാവരും. അത് കഴിഞ്ഞ് പിന്നെ വി വർ വെരി ലൈക്ക് ആ കാലഘട്ടമായിരുന്നു ബെസ്റ്റ് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഈ സമയമാണ് ഏറ്റവും ഇഷ്ടം ആക്ച്വലി. കാരണം നമ്മള് വി നോ മോഹൻ എന്താണ്, മോഹന്റെ എല്ലാ നല്ലതും ചീത്തയൊക്കെ നമ്മളത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. എന്നെ മോഹൻ ആക്സെപ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് അയാൾ. ആ സമയമാകുമ്പോൾ വിട്ട് ജസ്റ്റ് ലീവ്. പണ്ടൊക്കെ തിരിച്ച് വഴക്കൊടിക്കാൻ നിൽക്കും. എന്തെങ്കിലും ഒന്ന് വഴക്ക് വരുമ്പോഴേക്കും ആഹാ അങ്ങനെ ഞാൻ വിടില്ല തിരിച്ച്. അപ്പൊ ഇപ്പൊ നമ്മൾ നമുക്ക് ഇപ്പൊ തമ്മിൽ അറിയാം, ഒരു ഏതുവരെയും പോവും. അപ്പൊ അങ്ങനെ വിട്ടുകളയും. ഓക്കെ, ഇതാണ്. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് എനിക്ക് ഫോർ മീ ദിസ് ഇസ് ദ ബെസ്റ്റ് പീരിയഡ് ഓഫ് മൈ ലൈഫ് എന്നാണ് എനിക്ക്. ഈ കുഞ്ഞു വന്നതിന് ശേഷം ചേച്ചിക്ക് ഭയങ്കര രസമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചേച്ചി ചിലപ്പോൾ മാത്രം എനിക്ക് പാടാൻ നമുക്ക് വോയിസ് ഫുൾ ടൈം നോക്കാൻ പറ്റുന്നില്ല. നമ്മൾ മോളുടെ അടുത്ത് ഒരു കുട്ടിയെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് 24 hours സംസാരിച്ചുകൊണ്ട്. ഇവള് പാവം പാടുന്ന ആളല്ലേ, അതുകൊണ്ട് ഇവളെ അധികം നമ്മൾ വോയിസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേ ബുക്ക് വായിച്ചു കൊടുക്കുക, കഥ പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അയ്യോ എനിക്ക് പാടാൻ എനിക്ക് വോയിസ് ഒക്കെ നോക്കണ്ടേ എന്നുള്ളത് ചിലപ്പോൾ തോന്നും. പക്ഷെ അല്ലാത്ത സമയത്ത് ദൈവം ഇത്രയും ഒരു ബ്ലെസ്സിങ്. ഇതൊരു ശരിക്കും ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞോണ്ട് മെജിഷ്യൻ, നമുക്കൊരു മാജിക് നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. അത് നമുക്ക് പല കാര്യങ്ങൾ അതിൻ്റെ ഞാൻ എന്തൊക്കെ ശ്വേത കൊച്ചിലെ ഞാൻ മിസ് ചെയ്തു അതൊക്കെ ഞാനിപ്പോൾ എൻജോയ് ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും ഇൻഫാക്ട് മോഹനും അതെ. പക്ഷെ അവള് കൂടുതലും എൻ്റെ അടുത്താണ് കൊഞ്ചി. അപ്പൊ മോഹൻ രാത്രി എൻ്റെ അടുത്ത് കൊഞ്ചി അവളൊക്കെ ഇരിക്കുമ്പോൾ വരും, അപ്പൂപ്പ കൊഞ്ചാൻ വരും അവളുടെ അടുത്ത്. അപ്പൊ അങ്ങനെ ഐ തിങ്ക് അത് കിട്ടിയില്ലെങ്കിൽ കുറച്ചൊരു അസൂയം വരുമല്ലേ? അതെ അതെ, അത് ഭയങ്കര ഒരു സംഭവമാണ്. എനിക്കറിയാം. ഇപ്പൊ ഞാൻ തന്നെ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോ ഉണ്ടല്ലോ, എന്റെ മോളിപ്പോ 1 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അവൾ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, ആരെന്നൊക്കെ ചോദിക്കും. ഞാൻ അച്ഛനോ ഇടയ്ക്കലേ കാണുന്നു.
അതെ. അതുമല്ല ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് വെട്ടിക്കിടക്ക് എടുക്കൂലേ. അവസാനം ഞാൻ പറഞ്ഞു, എടാ നിന്റെ അച്ഛനാടാ പറയണത്. സിനിമ പോലെ അതേപോലെ പറയേണ്ടി വന്നു. അതും അതെനിക്കറിയാം. അപ്പൊ അസൂയ വരും നമുക്ക്, ശരിക്കും അസൂയ വരും. കാരണം അവളോട് ഭയങ്കര സ്നേഹമാണ്. അത് കാണുമ്പോഴത്തേക്ക് ഇത് ജോലി ഇതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങ് പോരാൻ തോന്നില്ല. അങ്ങനെ ഒരു സാധനം തോന്നും. ഞാൻ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മാതിരി ഇത് മറികടന്ന് ഇപ്പോൾ നമ്മൾ ഇത് കേട്ടില്ലേ, അതായത് പ്രേമം നഷ്ടപ്പെടുമോ എന്നൊരവസ്ഥയുണ്ട്. ഇത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇത് എങ്ങനെയാണ് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റിയിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ശ്വേത? കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. തിങ്ക് നാച്ചുറലി അത്രത്തോളം റെസ്പെക്റ്റും, ആദ്യം ഒരു റെസ്പെക്റ്റ് ആണ് എനിക്ക്. കാരണം അത്രത്തോളം എനിക്ക് വേണ്ടി അത്രത്തോളം ഇങ്ങോട്ട് ഇഷ്ടമുണ്ട്. സോ ആ ഒരു അത്രത്തോളം എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു റെസ്പെക്റ്റ് ഒരുപാടുണ്ട്. സോ അതാണ് മെയിൻ ഉള്ളത്. സോ ഓട്ടോമാറ്റിക്കലി ലവ് ഇസ് ഓൾവേസ് ദെയർ. സോ ഒരു ആരാധനയാണ് ഫസ്റ്റ് എല്ലാവർക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അശ്വിൻ നമ്മുടെ ലൈഫിൽ വന്നതിന് ശേഷം എന്ത് ഇത് വരുമ്പോഴും അശ്വിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് നമുക്ക് മനസ്സിൽ വരില്ല. കാരണം കറക്റ്റായിട്ട് എല്ലാ അതിൻ്റെ മൈനസസും പ്ലസ്സും എല്ലാം ആലോചിച്ചിട്ട് കറക്റ്റായിട്ടൊരു പ്രാക്ടിക്കലായിട്ടൊരു ആൻസർ കിട്ടും. ഞങ്ങളൊക്കെ ഇമോഷണലി തിങ്ക് ചെയ്യണവരാണ്, ഞാനും മോഹനും ഒക്കെ. പക്ഷെ അശ്വിൻ അത് പ്രാക്ടിക്കലായിട്ട് ഇത് കറക്റ്റായിരിക്കും പറയണത്. അതടിപൊളി. നമുക്ക് ഇനി ഒരു പാട്ട്, ഓണത്തെ പറ്റിയിട്ടുള്ള പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 1 2 1 2 അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലേറി വാ. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലേറി വാ. ഹാപ്പി ഓണം. അതെ അതെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ശ്വേത ഒരു പാട്ട് ചെയ്തിട്ട് ഇപ്പോൾ വയനാടിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഓണാഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചതുകൊണ്ട് ഓണപ്പാട്ട് മാറ്റി വെച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണോ അത് നീക്കി വെച്ചത്? പാട്ട് ചെയ്ത് കഴിഞ്ഞോ? ഓണത്തിന് വേണ്ടി ഓണം നല്ലൊരു ആഘോഷകരമായ ഒരു സോങ് ചെയ്തതായിരുന്നു. കളർഫുൾ ആയിട്ടൊരു പാട്ട് വിഷുവിലൊക്കെ കളർഫുൾ ആയിട്ട് ചെയ്യാൻ ഞാനും അമ്മയും ചേർന്ന് ഇതുവരെയും പാട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സോങ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സോങ് ചെയ്തു. ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് വിനായക് ശശികുമാറാണ് ചെയ്തേക്കണേ. നമ്മുടെ ബാൻഡ് എല്ലാരും ചേർന്ന് ഫുൾ പാട്ട് കഴിഞ്ഞു, റെക്കോർഡ് ചെയ്തു. നമ്മുടെ വയനാടിന്റെ ഇഷ്യൂ വന്നുകൊണ്ട് ഞങ്ങളുടെ ഷൂട്ടിന്റെ ഒരാഴ്ച മുമ്പേ ആയിരുന്നു നടന്നത്. അതിനായിട്ടൊരു നമുക്ക് തോന്നിയില്ല പോയി ഷൂട്ട് ചെയ്യാൻ. കാരണം അത് ഫുൾ അങ്ങനെ ഷൂട്ട് ചെയ്താലേ ആ പാട്ടിന്റെ രസമുള്ളൂ. അത് ഫുൾ ഓണത്തിന്റെ ഫുൾ ബഹളമാണത്. അങ്ങനത്തെയാണ് ആ ഒരു എന്താ പറയണേ, ഒരു സെലിബ്രേഷൻ ആണ് ആ പാട്ട്. നമുക്ക് പറ്റുന്നില്ല, മനസ്സ് തരുന്നില്ല അത് ഷൂട്ട് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഹോൾഡിലിട്ടു. അപ്പൊ ഈ സമയത്ത് എഗെയിൻ നമുക്ക് പറയണം, നമ്മൾ ഓണത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു, ഓണം വിഷസ് പറഞ്ഞു. ഈ സമയത്ത് കുറേ പേര് ഉറ്റവരും ഉടയവരും ഒക്കെ മിസ്സായ കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ ഒപ്പം നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷമം നമ്മൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും ഈ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ പാട്ട് ഞങ്ങൾ അടുത്ത ഓണത്തിനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം വരട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കേരളയിൽ ഇങ്ങനെ ഇനിയും സംഭവിക്കാൻ പാടില്ല. ഇനി ഇങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് വരാണ്ടിരിക്കണ അത് മറികടക്കണം. പക്ഷെ ചില കാര്യങ്ങളെ വെച്ച് മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആഘോഷങ്ങളെ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ്. ഒഫീഷ്യലി നമ്മൾ മാറിയെങ്കിലും നമ്മൾ തിരിച്ചു വരണമല്ലോ. തിരിച്ചു വരണമെങ്കിൽ അവരെയും കൂടെ നമ്മൾ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു മിഷനും വിഷനും നമുക്കുണ്ട്. അതും കൂടെ ഈ ഓണത്തിന് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ പുരോഗമിക്കട്ടെ.
നല്ല രീതിയിലാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. ഏതായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട്. സന്തോഷം. താങ്ക് യു. രജനീഷ്. താങ്ക് യു. താങ്ക് യു. രജനീഷിനെ ഒരുപാട് ഇന്റർവ്യൂസിൽ ഇതുപോലെ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാട്ടും ഇൻഫാക്ട് അമ്മയാണ് എൻ്റെ അടുത്ത് എപ്പോഴും പറയണേ, രജനീഷ് ഭയങ്കര രസമായിട്ട് ചോദിക്കും, പാട്ട് നല്ല അറിവുള്ള ആളാന്ന് തോന്നണമെന്ന്. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞ് ഞാൻ രജനീഷിനെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. സോ കണ്ടിന്യൂ യുവർ ഗുഡ് വർക്ക്. ഗോഡ് ബ്ലെസ്. ഇങ്ങനെയൊക്കെ ധരിപ്പിക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ വിജയം. താങ്ക് യു.